ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കൻ ന്യൂസിലൂടെ ഈ 10 ദിനങ്ങളിൽ സ്വർഗം നമുക്കായി ഒരുക്കിയ കർത്താവിൻ്റെ വചനമെന്ന ശുശ്രൂഷയുടെ സമാപന ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെയും നമ്മെ തെരഞ്ഞെടുത്ത അവിടുത്തെ വിശ്വസ്തതയുടെയും അടയാളമാണ് ഈ ശുശ്രൂഷ. ഒരുപാട് കുടുംബങ്ങളിലേക്ക് തൻ്റെ വചനം പകർന്ന് നമ്മുടെ പ്രതിസന്ധികളിലേക്കും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്കും നമ്മുടെ കണ്ണുനീരുകളിലേക്കും നമ്മുടെ പലവിധ നിയോഗങ്ങളിലേക്കെല്ലാം കർത്താവ് തൻ്റെ കൃപയെ പകർന്നുകൊണ്ട് അനേക മക്കൾക്ക് ആശ്വാസവും ഉത്തരവും നൽകി. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് പരിശുദ്ധ വചനത്തെ അനുസരിച്ചുകൊണ്ട് ദൈവവചനത്തെ കാക്കുന്നവരായി കർത്താവിൻ്റെ വചനത്തിൽ നാം വ്യാപരിക്കേണ്ടതിൻ്റെ അർജൻസി ഈ ദിനങ്ങളിൽ ആത്മാവ് നമ്മെ അറിയിക്കുകയായിരുന്നു. ഒത്തിരിയേറെ വ്യക്തികൾ, ആയിരക്കണക്കിന് പേരാണ് ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അവരുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ ഞാൻ താഴെ ഈ ശുശ്രൂഷ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ടീം ഷെഖേനയുടെ ആ ഫോൺ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ അനേകം ഫോണുകൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്താണ് ജനം ആവശ്യപ്പെടുന്നത്? ഒരുപാട് മക്കൾ കണ്ണുനീരിലാണ്, പ്രത്യേകമായിട്ടുള്ള കുടുംബ തകർച്ചകളാണ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത അവസ്ഥകൾ, മക്കളെ പ്രതിയുള്ള ആകുലതകൾ, വഴിവിട്ട ജീവിതങ്ങൾ, അങ്ങനെ ഒരുപാട് ബോണ്ടേജുകളുമായി വിവിധങ്ങളായ പൈശാചിക പീഡകളുമായി അലയുന്ന ഒത്തിരി കുടുംബങ്ങളും ജീവിതങ്ങളും ഈ ദിനങ്ങളിലെല്ലാം കണ്ണുനീരോടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് അവരുടെ നിയോഗങ്ങൾ വിളിച്ചറിയിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവസന്നിധിയിൽ ഒന്നിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ നിയോഗങ്ങൾ ഈ നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യുക, നിങ്ങൾ ഫോൺ ചെയ്യുക, യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഞാനൊരു കാര്യം ആരംഭത്തിൽ ഈ ശുശ്രൂഷയിൽ പറയട്ടെ. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായും നമ്മൾ ആശ്രയിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ശരണപ്പെടുക. ആരെല്ലാം ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവർ നഷ്ടപ്പെട്ടു പോകുവാൻ ഒരു കാരണവശാലും ദൈവം അനുവദിക്കില്ല. അവർ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയില്ല. ഈ വിധം ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവരിൽ നിറയപ്പെടുമെന്ന് സ്വർഗം വാഗ്ദാനം തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും കൃപയും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 118 സങ്കീർത്തനം 17 വചനത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. സങ്കീർത്തകൻ്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ഏറെ ആനന്ദത്തോടെ കർത്താവിൻ്റെ വചനത്തെ ഉയർത്തുന്നവരും വചനത്തിന് സാക്ഷ്യം നൽകുന്നവരുമായി നമ്മൾ മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധുമിത്രങ്ങളിൽ, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ, കൂട്ടായ്മയുള്ള ബന്ധത്തിൽ, തൊഴിൽ മേഖലകളിൽ, സഭാ ശുശ്രൂഷകളിലെല്ലാം നമ്മൾ എവിടെയായിരുന്നുവോ അവിടെ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാനും നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച വിവിധങ്ങളായ പ്രവർത്തികളെ പങ്കുവെക്കുവാനുമുള്ള സമർപ്പണവും തീരുമാനവും നമുക്കുണ്ടാകണം. സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ മരിക്കുകയില്ല, കർത്താവിൻ്റെ പ്രവർത്തികൾ ഞാൻ പ്രഘോഷിക്കും. എത്ര സുന്ദരമായൊരു തീരുമാനമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കുക.
നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ അഭിഷേകം ഒഴുകപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ അഭിഷേകം നിറയട്ടെ. ഈ വചനത്തിന്റെ തീ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിൽ കത്തിപ്പടരുവാൻ, ഈ വചനത്തിന്റെ കൃപ അഭിഷേക കാറ്റായി വീശി അടിക്കുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും, ദൈവവചനത്തിന് ഞാൻ സാക്ഷ്യം നൽകും, കുടുംബമായി ഞാൻ കർത്താവിന്റെ വേല ചെയ്യും, ഞാൻ ഇവാഞ്ചലൈസേഷനിൽ പങ്കാളിയാകും. നമ്മുടെ കുടുംബത്തിന് തീരുമാനമാകട്ടെ. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വചനത്തിൽ മനോഹരമായ വചനമാണ്. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ സഹോദരങ്ങൾ, എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള വചനമാണ് ഈ വചനം. ഒത്തിരി നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അവർ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു. അവർ പ്രവർത്തിച്ചപ്പോൾ അവരോടൊപ്പം കർത്താവ് പ്രവർത്തിക്കുകയാണ്, കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, വ്യക്തിപരമായി നമ്മൾ വചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ, കുടുംബമായി നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ, കർത്താവിന്റെ വചനത്തെ ഉയർത്തുന്ന കുടുംബങ്ങളായി മാറുമ്പോൾ, കൂട്ടായ്മയായി നമ്മൾ സുവിശേഷ വൽക്കരണത്തിൽ പങ്കാളികളാകുമ്പോൾ, നമ്മുടെ തലമുറ വചനത്തിന്റെ തലമുറയായി മാറുമ്പോൾ കൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. കൂടെ നിന്ന് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ പരിപാലിക്കുകയാണ്. എത്ര ആനന്ദകരമായ വചനമാണ്. ഈ വചനത്തിന്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കുന്നുവോ? ഈ വചനത്തിന്റെ കൃപ നമുക്ക് ആവശ്യമുണ്ടോ? എങ്കിൽ ഹൃദയം തുറന്ന് പറ, കർത്താവേ, we are ready Lord. അങ്ങയുടെ വചനത്തിന് സാക്ഷ്യം നൽകാൻ വ്യക്തിപരമായി ഞാൻ തയ്യാറാണ്. ഞാൻ കുടുംബമായി സുവിശേഷ വേല ചെയ്യും. ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യും. ഞങ്ങൾ ഇവാഞ്ചലൈസേഷനിൽ പങ്കാളികളാകും. ഞങ്ങൾ ദൈവവചനത്തെ ഉയർത്തുന്നവരാകും. എന്റെ തലമുറ വചനത്തിന്റെ തലമുറയായി മാറും. കർത്താവേ, കൃപ തരണമേ. കൂടെ നിന്ന് പ്രവർത്തിക്കണമേ. എന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കണമേ. തലമുറകളിൽ പ്രവർത്തിക്കണമേ. എന്റെ മക്കളിൽ പ്രവർത്തിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഇതനേകം ജീവിതങ്ങളിലേക്ക് കർത്താവ് തന്റെ വചനം പകരുന്നു, തന്റെ ആത്മാവിനെ വർഷിക്കുന്നു. തലമുറകളിലേക്ക് ഇത് വചനം കടന്നു ചെല്ലുന്നു. ഇടിമിന്നൽ പോലെ ദൈവശക്തി വ്യാപരിക്കുന്നു. വചനത്തിന്റെ തീ ഇറങ്ങുന്നു. വചനത്തിന്റെ കാറ്റ് വീശുന്നു. സ്തുതിക്കുന്നു. കർത്താവേ, അനേകം കുടുംബങ്ങളെ സുവിശേഷ വേലയ്ക്കായി ഒരുക്കണമേ. അനേകം ജീവിതങ്ങളെ ഇവാഞ്ചലൈസേഷനായി അഭിഷേകം ചെയ്യണമേ. യുവജനങ്ങളെ നവീകരിക്കണമേ. തലമുറകളെ ശുദ്ധീകരിക്കണമേ. കൂട്ടായ്മകളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങൾ ഉയർത്തി ഈ വചനത്തിന് കൃപ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും ഈ വചനാഭിഷേകം സ്വന്തമാക്കിക്കൊണ്ട് അവരെല്ലായിടത്തും പോയി പ്രവർത്തിച്ചു. അവരോട് കൂടെ കർത്താവ് പ്രവർത്തിച്ചു. കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിച്ചു. ഈ വചനത്തിന്റെ അഭിഷേകം നൽകണമേ. കരമുയർത്തി ഒറ്റ വിളി, യേശുവേ. സ്തുതിക്കുന്നു. കുടുംബങ്ങളിലേക്ക് വചനം ഇറങ്ങട്ടെ. തലമുറകളെ കെട്ടിയിരിക്കുന്ന കെട്ടുകള് ഈ വചനത്തിന് അനന്ത ശക്തിയ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. റിലീസ്. സ്തുതിക്കുന്നു. ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് വചന തീയിറങ്ങട്ടെ. വചനത്തിന്റെ തീയിറങ്ങട്ടെ. തീ പടരട്ടെ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ജീവിതങ്ങളിൽ അഭിഷേകം ഉണ്ടാകട്ടെ. തലമുറകളിൽ ദൈവശക്തി ഇറങ്ങട്ടെ. പൈശാചിക പീഡകള്, നാരിക ശക്തികള് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. വചനം നൽകണമേ. കരങ്ങളടിച്ച് എല്ലാവരും പാടി പ്രാർത്ഥിച്ചേ. ആമേൻ. ഗ്ലോറി, ഗ്ലോറി. പവർ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനാ യേശുവിൻ നാമമുയർത്ത എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ചേർന്ന് പാടാം. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനാ
ഈശോയേ, കൃപ തരണമേ. വചനകൃപ, വചനാഭിഷേകം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. ആമേൻ, ആമേൻ. എല്ലാവരും ശക്തിയോടെ പാടുകേ. ശക്തിയായി ശക്തിയായി ഇറങ്ങണമേ, അഗ്നിയായി അഗ്നിയായി പടരണമേ. ദൈവത്തിന്റെ റുഹായേ, വചനത്തീയായി വചനത്തീയായി കത്തണമേ. അറ്റുകളെ പൊട്ടിക്കുന്ന അഭിഷേകം, ദുഃഖങ്ങൾ ഒടിക്കുന്ന അഭിഷേകം, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകം, തലമുറകളെ സുഖപ്പെടുത്തുന്ന അഭിഷേകം, കുടുംബങ്ങളെ നവീകരിക്കുന്ന അഭിഷേകം കർത്താവേ പകരുക. റിലീസ്. ആത്മശക്തിയായി ഒഴുകണമേ, ഒഴുകണേ ഒഴുകണേ. ആത്മശക്തിയായി അനേകം കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, തിരുസഭ മുഴുവനിലേക്കും ദൈവശക്തി, ദൈവത്തിന്റെ വചനം ഒഴുകട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു യേശുവേ. സ്വർഗം പകരുന്ന ഈ നവമായ അഭിഷേകം ഏറ്റെടുത്ത് ദൈവവചനത്തിന്റെ ശക്തി സ്വീകരിച്ച് വചനാഭിഷേകം പ്രാപിച്ച് വചനത്തിന്റെ തീ നമ്മിൽ ജ്വലിക്കുവാനായി ആഗ്രഹിച്ച് ഒന്നിച്ച് വിളിക്കുന്ന യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോ ഈശോ ഈശോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നൽകണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളെ നയിക്കണമേ. ഓ ജീസസ് 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 ജീസസ്. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, വിശ്വസേ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒത്തിരിയേറെ ആനന്ദമുണ്ട് ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളൊപ്പമായിരിക്കുവാൻ. സ്വർഗം തന്ന ഈ നല്ല അവസരത്തെ ഓർത്തും കർത്താവ് അതിനായി തന്ന കൃപയോർത്തും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒത്തിരിയേറെ മക്കള് അവരുടെ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും ഈ ദിവസങ്ങളിൽ എഴുതി അറിയിച്ചും ഫോൺ ചെയ്ത് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ടീം ഷെഖേനയുടെ ശുശ്രൂഷകരെ അവർ ഈ സമയം ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരെന്നോട് ഒന്ന് പങ്കുവെക്കുന്നുണ്ട്. ടീം ഷെഖേനയിൽ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകർ തന്നെയാണ് ആ ഫോൺ മിനിസ്ട്രി അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ എന്തുമാത്രം തകർച്ചയിലാണ്. എത്രയെത്ര ജീവിതങ്ങളാണ് ദുരിതത്തിലും കഷ്ടപ്പാടിലുമായിരിക്കുന്നത്. വിവിധങ്ങളായ പ്രതിസന്ധികൾ മൂലം നട്ടം തിരിയുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. മക്കളെ ഓർത്ത് നൊന്തു നീന്തി കരയുന്ന, കണ്ണീരൊഴുക്കുന്ന അനേകം മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. സാമ്പത്തിക തകർച്ചകൾ, കടബാധ്യതകൾ, വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത അവസ്ഥകൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ തകർച്ചകൾ, വിവിധങ്ങളായ മദ്യപാനത്തിൻ്റെ, കഞ്ചാവിൻ്റെ, മറ്റ് ലഹരികളുടെ അമിത ഉപയോഗം മൂലം തകരുന്ന അനേകം കുടുംബങ്ങൾ. എന്തുമാത്രം പ്രതിസന്ധികളാണ് നമ്മുടെ കുടുംബങ്ങളിലെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ഈ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ശുദ്ധീകരിക്കുവാനും നമുക്ക് ആവശ്യമായി വിമോചനം തരുവാനും നമുക്ക് വേണ്ട ഉത്തരവും അനുഗ്രഹങ്ങളും പരിശുദ്ധ വചനത്തിൻ്റെ കൃപയിലൂടെ ലഭിക്കുവാനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. എന്ത് നിയോഗങ്ങളാകട്ടെ, മക്കളെക്കുറിച്ചുള്ള വേദനകൾ, കുടുംബത്തിൻ്റെ തകർച്ചകൾ, ദൈവവചനത്തിൽ വളരുവാനും വചന അഭിഷേകം സ്വീകരിക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ,
എല്ലാം നിങ്ങൾ അറിയിക്കുക. ഈ സമയം ലൈവായി ഫോൺ ചെയ്ത് ആ നിയോഗങ്ങൾ അറിയിക്കുവാനും ഫോൺ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുവാനും ഈ സമയം അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 10,000-ങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക മക്കളെ. ഈ സമയം തന്നെ അനേകർക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബിൻ്റെ ഈ ശുശ്രൂഷയുടെ ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അനേകർക്ക് അയച്ചു കൊടുക്കുക, അനേകം ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക. അത് വലിയൊരു ഇവാഞ്ചലൈസേഷനാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമേറിയ ഒരു കാലഘട്ടമാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യുഗാന്ത സഭയിലാണ് ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, അവിടുത്തെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ശിഷ്യന്മാർ ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ കർത്താവ് പല അടയാളങ്ങളും നൽകുന്നതായി സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 44 വരെയുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ 3 ഘട്ടങ്ങളായി നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ പ്രത്യാഗമനത്തോട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട കാലത്തിൻ്റെ ആ പ്രത്യേകതകളും ഘട്ടങ്ങളും കർത്താവ് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതിലൊന്നാമത്തെ തലം, ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്, വേദനകളുടെ ആരംഭമാണ്. രണ്ടാമത്തെ ഘട്ടം ഭീകര ദുരിതങ്ങളുടെ കാലഘട്ടമാണ്. അതിനുശേഷം വരുന്ന മൂന്നാമത്തെ ഘട്ടം തലം എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ്റെ ആഗമനമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ തലമുറ വളരെ പ്രാധാന്യമുള്ളൊരു തലമുറയാണ്. നമ്മുടെ കർത്താവിൻ്റെ വിലപ്പെട്ട പല പ്രവചനങ്ങളും ഈ തലമുറയിൽ നിറവേറപ്പെടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധ വചനത്തിന് നമ്മൾ സാക്ഷ്യം നൽകേണ്ട ഏറ്റവും നിർണായകമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും ഇതുവരെ ഉണ്ടാവാത്ത വിധത്തിലുള്ള മാറ്റങ്ങളുടെയും പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും ഒരു സമയത്തിലൂടെ സഭയും ലോകവും കടന്നു പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിന് ധീരതയോടെ നമ്മൾ സാക്ഷ്യം നൽകേണ്ടതിൻ്റെ അർജൻസിയാണ് ഈ അടയാളങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്ന മുന്നറിയിപ്പുകൾ. അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ, ദൈവവചന പ്രഘോഷണത്തിൻ്റെ, കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകേണ്ടതിൻ്റെ അത്യാവശ്യകതയിലേക്കാണ് ഈ അടയാളങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വചനത്തിൽ ഇപ്രകാരം വചനം പഠിപ്പിക്കുകയാണ്: എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. കർത്താവേ, അവിടുത്തെ ആഗമനത്തിൻ്റെ യുഗാന്തത്തിൻ്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി ഈശോ നൽകിയ പല അടയാളങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അടയാളമായിരുന്നു വേൾഡ് ഇവാഞ്ചലൈസേഷൻ, ലോകവ്യാപകമായി നടക്കുന്ന സുവിശേഷവൽക്കരണം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോക ജനതയിൽ പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. അപ്പം അതിനു മുൻപ് വളരെ വിപുലമായ രീതിയിൽ സുവിശേഷവൽക്കരണം ഉണ്ടാകുമെന്ന് കർത്താവ് അറിയിച്ചു. നമ്മൾ ആ ഒരു സമയത്തിലാണ്, കർത്താവിൻ്റെ സഭ ഈ ഒരു സമയത്തിലാണ് ആയിരിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. ഈ നാളുകളിൽ വചനത്തിന് സാക്ഷ്യം നൽകേണ്ടതിൻ്റെ അർജൻസി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബമായി, കൂട്ടായ്മയായി, ധീരതയോടെ, സമർപ്പണത്തോടെ, ആനന്ദത്തോടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച്, കർത്താവിൻ്റെ വചനം കൊടുത്ത് അനേകം ആത്മാക്കളെ നിത്യതയ്ക്കായി വീണ്ടെടുക്കുവാനുള്ള ഒരു നിർണായക സമയത്തിലാണ് കർത്താവിൻ്റെ സഭ വന്നെത്തി നിൽക്കുന്നത്.
യൂണിവേഴ്സൽ ചർച്ചിന്റെ സാർവത്രിക സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ ജനമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവ് തന്നിരിക്കുന്ന ആ നിർണായകമായ ദൗത്യം എന്താണ്? മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം, നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന സാർവത്രിക ദൗത്യം എന്ന് പറയുന്നത് പ്രീച്ച് ദ ഗോസ്പൽ, സുവിശേഷം പ്രസംഗിക്കുക, ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക. ഇതിനു വേണ്ടിയാണ് കർത്താവ് തൻ്റെ സഭയെ ലോകത്തിൽ നിർത്തിയിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെ ദൗത്യം എന്താ? വചനത്തിന് സാക്ഷ്യം നൽകുക. സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, പ്രീച്ച് ദ ഗോസ്പൽ, പ്രീച്ച് ദ ഗോസ്പൽ. വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക, വചനത്തിന് സാക്ഷ്യം നൽകുക, സുവിശേഷം പ്രഘോഷിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വചനത്തിൽ എന്താണ് ആത്മാവ് പറയുന്നത്? യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എൻ്റെ വചനത്തിൻ്റെ സാക്ഷികളാകുവാൻ, സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു, ഞാൻ നിങ്ങളെ അയക്കുന്നു. സഹോദരങ്ങളെ, കർത്താവ് കമ്മീഷൻ ചെയ്ത് ശിഷ്യന്മാരെ അയക്കുകയാണ് വചനത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വചനത്തിൽ ആത്മാവെന്താ പറയുന്നത്? ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കുവിൻ. ഇതെല്ലാം കർത്താവ് നമുക്ക് തരുന്ന ദൗത്യത്തിൻ്റെ പ്രകടമായ തിരുവചനങ്ങളാണ്. അപ്പം സഹോദരങ്ങളെ, നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് വചനത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനം എത്ര മാധുര്യമുള്ളതാണ്! ദൈവവചനത്തെ ഉയർത്തുന്നതിനേക്കാളും പരിശുദ്ധ വചനത്തിന് സാക്ഷ്യം നൽകുന്നതിനേക്കാളും അത്ഭുതകരമായ ഒന്നും തന്നെ ഇല്ല. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, തിരുസഭ സത്യമാണെങ്കിൽ, പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നതെങ്കിൽ, വചനത്തിന് സാക്ഷ്യം നൽകി ജീവിക്കുന്നതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഈ ലോക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്ക് ലഭിക്കാനില്ല സഹോദരങ്ങളെ. അത്രയും പ്രഷ്യസ് ആണ് വചനത്തിന് സാക്ഷ്യം നൽകുക എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത്? എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടെ, ഒരു നിമിഷം ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ആത്മാവ് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. യു ആർ മൈ വിറ്റ്നസസ്. നിങ്ങൾ വിറ്റ്നസ് ചെയ്യാൻ, എൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഞാൻ തെരഞ്ഞെടുത്തവരാണ്. സഹോദരങ്ങളെ, വചനത്തെ നമ്മൾ ചങ്കായി ചേർത്ത് പിടിക്കണം. പരിശുദ്ധ വചനത്തെ നമ്മൾ ചങ്കായി സ്നേഹിക്കണം. ഈ വചനത്തെ മുറുകെ പിടിക്കണം. എവിടെയും വചനത്തിന് സാക്ഷ്യം നൽകണം. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും, എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും, ദൈവവചനത്തിന് വേണ്ടി സാക്ഷ്യം നൽകുവാനും വചനത്തെ പ്രഘോഷിക്കുവാനുമുള്ള തീരുമാനവും സമർപ്പണവും ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. എങ്കിലേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ ദുരിതങ്ങൾ മാറുകയുള്ളൂ. എന്തുമാത്രം മക്കളാണ് ഇപ്പോൾ ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഈ സ്റ്റുഡിയോയുടെ തൊട്ട് താഴെ ഇതിൻ്റെ PCR യൂണിറ്റിൽ ടീം ഷക്കേനയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകർ അവർ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, പലരും വാട്സപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആൾക്കാർ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ വിളിക്കണം, സങ്കടങ്ങൾ അറിയിക്കണം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ദുരിതങ്ങൾ മാറണമെങ്കിൽ, നമ്മുടെ സങ്കടങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥ സമാധാനം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആത്മശക്തി ഇറങ്ങി വന്ന് നമ്മുടെ മക്കൾ പരിശുദ്ധാത്മ അനുഭവം ഉള്ളവരാകണമെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ കേട്ട ഈ പറയുന്ന കാര്യം,
വചനത്തിന് സാക്ഷ്യം നൽകണം. വ്യക്തിപരമായും കുടുംബമായും നമ്മൾ സുവിശേഷ വേല ചെയ്യണം. ശ്രദ്ധിച്ച് കേൾക്കണമേ. ദുരിതം മാറുവാൻ, സങ്കടം നീങ്ങുവാൻ, കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറകളിൽ സമാധാനമുണ്ടാകുവാൻ, മക്കൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ സ്വർഗം തരുന്ന ആലോചനയാ ഇത്. സ്വർഗത്തിന്റെ ദൂത എന്താണ്? വചനത്തിന് സാക്ഷ്യം നൽകുക. വ്യക്തിപരമായി കുടുംബമായി നമ്മൾ സുവിശേഷ വേല ചെയ്യുക. സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക. അപ്പോൾ ബ്ലെസ്സിങ്സ് വരും, അനുഗ്രഹം വരും. നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും, സങ്കടങ്ങൾ മാറ്റും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകളെ കർത്താവ് അഭിഷേകം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് ജീവിക്കുന്ന കർത്താവിന്റെ വാഗ്ദാനമാ മക്കളെ. ഇത് ദൈവത്തിന്റെ പ്രോമിസാ, ദൈവത്തിന്റെ പ്രോമിസാ. നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങൾ എന്റെ സാക്ഷികളാണ്. നമുക്കൊരു ഫോൺ വരുന്നുണ്ട്, പെട്ടെന്ന് ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യാം. കർത്താവെ സ്തുതിക്കുന്നു. ആ പ്രൈസ് ലോർഡ്. ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞോ. ഞാൻ സന്തോഷപ്പെടുന്നത് കാണുന്നില്ലേ? ഞാൻ സന്തോഷപ്പെടുന്നത് തന്നെയാ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ ശുശ്രൂഷയിൽ പെട്ടെന്ന് പറഞ്ഞോ. ഞാനേ ഒരു തോട്ടത്തെ വിളിക്കാം. എൻ്റെ ഒരു വയ്യനാകെ വലിയൊരു ബ്ലഡ് ക്യാൻസർ ആയിട്ട് കിടക്കുകയാണ്. അതെ, ബ്ലഡ് ക്യാൻസർ ആയിട്ട് കിടക്കുകയാണല്ലേ കുഞ്ഞല്ലേ? നമുക്ക് പ്രത്യേകം മകന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ മാറാ രോഗത്തിൽ വേദനിച്ച് കിടക്കുന്ന അനേക മക്കളുണ്ട്. ആ മക്കളുടെ സൗഖ്യത്തിനും വിമോചനത്തിനും അവർക്ക് ആശ്വാസവും സമാധാനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 കർത്താവേ, മരുന്ന് ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവിന്റെ വചനം ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ്. വചനത്തിൽ സൗഖ്യമുണ്ട്, വചനത്തിൽ വിമോചനമുണ്ട്, വചനത്തിൽ സമാധാനമുണ്ട്, വചനത്തിൽ അനുഗ്രഹമുണ്ട്, വചനത്തിൽ അഭിഷേകമുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ആ മകന്റെ സൗഖ്യത്തിന് വേണ്ടി, ആ ബ്ലഡ് ക്യാൻസറിൽ കഴിയുന്ന ആ കുഞ്ഞിന് ഹീലിംഗ് കിട്ടാൻ കർത്താവ് വചനമയച്ച് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുവാൻ, നാഡിഞരമ്പുകളിലേക്ക്, രക്തധമനികളിലേക്ക്, ബ്ലഡ് സെൽസിലേക്ക് എല്ലാം കർത്താവിന്റെ വചനം കടന്നു ചെല്ലട്ടെ. സൗഖ്യത്തിന്റെ വചനം കടന്നു ചെല്ലട്ടെ. വിമോചനത്തിന്റെ വചനം കടന്നു ചെല്ലട്ടെ. വചനം പറഞ്ഞ് രോഗികളെ സുഖപ്പെടുത്തി, വചനം പറഞ്ഞ് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാ, ഈ വചനത്തിന്റെ കൃപയാ ഇപ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ വേദനയോടെ കഴിയുന്ന രോഗികളിലേക്ക് ഈ വചനത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. 8:16-17 1 പത്രോസ് 2:24 53:5 സങ്കീർത്തനം 107:20 ഈ വചനത്തിന്റെ അനന്ത കൃപകളാൽ അത്ഭുത സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. In the name of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചേ, കരമേറ്റി വിളിച്ചേ, ഈശോയേ, ഈശോയേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഓ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ, ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയാ, വചനത്തിന്റെ ശക്തിയാ, വചനത്തിന്റെ ശക്തിയാ, യേശു നാമത്തിന്റെ ശക്തിയാ, യേശു രക്തത്തിന്റെ ശക്തിയാ, യേശുവിന്റെ ശരീരത്തിന്റെ ശക്തിയാ. ഗ്ലോറി, സൗഖ്യങ്ങൾ, സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. നന്ദി കർത്താവേ. ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, സൗഖ്യവും വിമോചനവും അനുഗ്രഹ അഭിഷേകം ഒക്കെ ദൈവം തരും. എപ്പോഴെന്നറിയോ? നമ്മൾ വചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ. നമ്മൾ വചനത്തിന് സാക്ഷ്യം നൽകണം. വ്യക്തിപരമായി നിങ്ങൾ വചനം കൊടുക്കണം. കുടുംബമായി കർത്താവിൻ്റെ വേല, സുവിശേഷ വേലയിൽ പങ്കാളികളാകണം. അത് ഒരുപാട് ബ്ലെസ്സിങ് ആണ്. നമ്മുടെ അനേകം പ്രശ്നങ്ങൾ മാറിപ്പോകും. സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ഒരുപാട് ദുരിതങ്ങൾ നീങ്ങിപ്പോകും. സങ്കടങ്ങളിൽ കർത്താവിൻ്റെ കൃപ ഇറങ്ങി വരും. കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കും. എപ്പോഴാണെന്നറിയോ? കർത്താവിൻ്റെ ഈ കൽപ്പന നമ്മൾ അനുസരിക്കും. ഏത് കൽപ്പന? നിങ്ങൾ എൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുക, നിങ്ങൾ എൻ്റെ വചനം കൊടുക്കുക, നിങ്ങൾ വചനം പ്രസംഗിക്കുക. ഈ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ അത്ഭുതങ്ങൾ തനിയെ സംഭവിക്കും. നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ പെരുമഴ പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരെ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച്, ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ സ്തുതിച്ച്
നന്ദി കർത്താവേ. സഹോദരങ്ങളെ, ഈ നിങ്ങൾ കേട്ടോ, ഞാൻ നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും മെസ്സേജുകളൊക്കെ വരുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സഹോദരനോട് പറഞ്ഞു, എനിക്ക് ഈ മെസ്സേജുകളൊക്കെ കാണണം. കുറേ മെസ്സേജുകൾ നോക്കി, ഒത്തിരി എല്ലാം നോക്കാൻ പറ്റുന്നില്ല, അതുപോലെയുള്ള മെസ്സേജുകളാണ് വരുന്നത്. പക്ഷെ കുറേ മെസ്സേജുകൾ വായിച്ചു, പല ഫോൺ മെസ്സേജുകളും അതിലുള്ള കണ്ടൻറ്റുകൾ അവർ പറഞ്ഞു തന്നു. ഒരുപാട് വേദന തോന്നി മക്കളെ. ഒത്തിരി നമ്മുടെ കുടുംബങ്ങൾ എന്തൊരു തകർച്ചയില്ല, നമ്മുടെ സമുദായത്തിന് എന്തൊരവസ്ഥയാണ് വരുന്നത്. നമ്മുടെ മക്കൾ അനേകർ വലിയ ബന്ധനത്തിൽ കഴിയുന്നു. വിശ്വാസമില്ലാതെ, പാപബോധമില്ലാതെ ലൗകികരായി ജീവിക്കുന്ന അനേകം നമ്മുടെ യുവജനങ്ങൾ, അനേകം കുഞ്ഞുമക്കൾ പോലും കുടുംബ ബന്ധങ്ങളിൽ വീഴ്ചകൾ. എന്തുമാത്രം പ്രതിസന്ധിയിൽ നമ്മളായിരിക്കുന്ന മക്കളെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം കടന്നു ചെന്ന് അവിടെയൊക്കെ സൗഖ്യവും വിമോചനവും തരാൻ പരിശുദ്ധ വചനത്തിന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും, കർത്താവിൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങൾക്ക് കഴിയും. പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ വചനത്തിലും പരിശുദ്ധാത്മാവിലും നിറയപ്പെട്ട ഒരു ആത്മീയ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മളെ തകർക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല സഹോദരങ്ങളെ. നമ്മൾ അത്രയും പവർഫുള്ളുള്ളവർ, അത്രയും ശക്തിയുള്ളവരാണ് നമ്മൾ. ഈ ബോധ്യം നമുക്കുണ്ടാവണം. വചനത്തിന് സാക്ഷ്യം നൽകുക, വചനത്തിന് സാക്ഷ്യം നൽകുക. അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. ഈ ലിങ്കുകളൊക്കെ അനേകർക്ക് അയച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവിൻ്റെ കൽപ്പന ലിറ്ററലി ആക്ഷരികമായി അനുസരിച്ച മക്കളെക്കുറിച്ച് പരിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും. ആദിമ സഭയിലെ സുവിശേഷകനായിരുന്ന പീലിപ്പോസ്, അദ്ദേഹം എന്താ ചെയ്ത്? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4-5 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വചനം വായിക്കണേ. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പീലിപ്പോസ് എന്ത് ചെയ്തു? പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. അവൻ സുവിശേഷം പ്രസംഗിച്ചു, അവൻ വചനം കൊടുത്തു. കണ്ടു, ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു, സുവിശേഷത്തിന് സാക്ഷ്യം നൽകുകയാണ്, വചനത്തിന് സാക്ഷ്യം കൊടുക്കുകയാണ്. ആരാണ്? പീലിപ്പോസ്. അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ദുരിതം മാറണമെങ്കിൽ, സങ്കടങ്ങൾ മാറണമെങ്കിൽ കുടുംബമായി നമ്മൾ സുവിശേഷ വേലയിൽ പങ്കാളികളാകണം. നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യണം മക്കളെ. ആ സുവിശേഷ വേലകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. പ്രാർത്ഥിച്ച്, നിങ്ങളെ കഴിവുകൾ കൊടുത്ത്, സമയം കൊടുത്ത്, പറ്റുന്നതുപോലെ സമ്പത്ത് കൊടുത്ത്, അവസരങ്ങൾ കൊടുത്ത് കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കാളികളായി മാറുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും. ഈ പീലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് കർത്താവിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ? അവൻ്റെ കുടുംബത്തിലേക്ക് മഹത്വം ഇറങ്ങി. ആത്മാവിൻ്റെ അഭിഷേകം പീലിപ്പോസിൻ്റെ മക്കളിലേക്ക് കടന്നു ചെന്നു. 4 പെൺകുഞ്ഞുങ്ങളായിരുന്നു. ആ 4 പെൺകുഞ്ഞുങ്ങളും അനോയിൻറ്റഡായി, അവർ അഭിഷേകമുള്ളവരായി. അപ്പോസ്തല പ്രവൃത്തി 20 കാണാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പീലിപ്പോസിനെ 4 പെൺകുട്ടികൾ, അവർ 4 കന്യകമാരായിരുന്നു. അവർക്ക് പ്രവചനപരമുണ്ടായിരുന്നു, സ്പിരിറ്റ് ഓഫ് പ്രൊഫസി, പ്രവചനത്തിൻ്റെ ആത്മാവ് ആ പെൺകുഞ്ഞുങ്ങളിൽ സമൃദ്ധമായി ആവസിച്ചിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിലേക്ക് ഈ കൃപ ഇറങ്ങി വന്നത്? പീലിപ്പോസ് സുവിശേഷത്തിന് സാക്ഷ്യം നൽകി, വചനത്തിന് സാക്ഷ്യം നൽകി. അപ്പോൾ അപ്പൻ, അമ്മ, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ് കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ ആ അനുഗ്രഹവും കൃപയും ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ കുടുംബം മുഴുവനും ലഭിക്കുകയാണ്. ആ കുടുംബം മുഴുവനിലേക്കും ഈ അഭിഷേകം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എന്തെന്നില്ലാത്തൊരു ആനന്ദം ഈ സമയം എൻ്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മ തിരികിയ മക്കളെ. അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അനേകർക്ക് കർത്താവ് വചനത്തിലൂടെ ആനന്ദവും സമാധാനം കൊടുക്കുന്നുണ്ട്. കെട്ടുകൾ പൊട്ടുന്നുണ്ട്, രോഗികൾ സുഖപ്പെടുന്നുണ്ട്, അത്ഭുത ഡെലിവറൻസുകൾ സംഭവിക്കുന്നുണ്ട്. വിശ്വസിച്ച് നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുക, വചനം കേട്ടുകൊണ്ടിരിക്കുക. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 20-ാം വചനത്തിൽ എന്താണ് ആത്മാവ് പറയുന്നത്? നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. ഇപ്പൊ കർത്താവ് പറയാണ്, നവജീവന്റെ വചനം പ്രസംഗിക്കുക, നിങ്ങൾ വചനത്തിന് സാക്ഷ്യം നൽകുക. അപ്പൊ കർത്താവിന് എന്താ നമ്മോട് പറയാനുള്ളത്? നിങ്ങൾ സാക്ഷ്യം നൽകണം, വചനത്തിന് സാക്ഷ്യം നൽകണം, നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം നൽകണം. ആദിമസഭ ഇവാഞ്ചലൈസേഷൻ്റെ സഭയായിരുന്നു. അവർ സുവിശേഷം പ്രസംഗിച്ച സഭയായിരുന്നു, വചനത്തിന് സാക്ഷ്യം നൽകിയ സഭയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:47
ആത്മാവ് പറയുകയാണ്, അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കണ്ടു, ശ്രദ്ധിച്ച് നിങ്ങളിങ്ങോട്ട്, രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ദിനംതോറും ചേർത്തുകൊണ്ടിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ആത്മാക്കൾ രക്ഷപ്പെട്ടത്? അവർ വചനത്തിന് സാക്ഷ്യം നൽകി. ആദിമ സഭയിലെ വിശ്വാസികള് കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകി. അവർ വചനം പ്രഘോഷിച്ചു. ഈ വചന പ്രഘോഷണങ്ങളിലൂടെ അനേകർ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു. അവർ യേശുവിനെ കണ്ടുമുട്ടി, കർത്താവിൻ്റെ രക്ഷ സ്വന്തമാക്കി. നിങ്ങൾ ശ്രദ്ധിച്ച്, അങ്ങനെ രക്ഷ പ്രാപിക്കുന്നവരെ ദിനംതോറും കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അതിവേഗ സഭ വളരുകയാണ്, സഭ ശക്തിപ്പെടുകയാണ്. സഭ ആത്മാവിൻ്റെ സമൃദ്ധിയിൽ സഭ ഇങ്ങനെ ഉയർന്ന് അഭിവൃദ്ധിപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, വചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം കടന്നു വരുന്നത്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ആരുമാകട്ടെ, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, ടീച്ചറാകാം, പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാകാം, അഡ്വക്കേറ്റ് ആകാം, ബിസിനസ്സുകാരനാകാം, അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്നവരാകാം, ഡ്രൈവർമാരാകാം, ഗവൺമെൻറ് ഒഫീഷ്യലാകാം, നമ്മൾ വീട്ടമ്മമാരാകാം, ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ദൈവം നിർത്തിയിരിക്കുന്ന ആ മേഖലയിൽ നീ വചനത്തിന് സാക്ഷ്യം നൽകുക. കർത്താവിൻ്റെ വചനം നീ അനേകർക്ക് കൊടുക്ക്. സ്നേഹത്തോടെ നീ വചനം കൊടുക്ക്. അവിടെ അനുഗ്രഹങ്ങൾ വരും. നമ്മുടെ ദുരിതങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്തുമാത്രം അനുഭവങ്ങൾ ഈ വിഷയത്തോട് ബന്ധത്തിൽ പങ്കുവെക്കാനുണ്ടെന്ന് പറയും. നമ്മുടെ പേഴ്സണലി വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ദൈവകൃപ ഒഴിഞ്ഞു പോവില്ല മക്കളെ, ഒഴിഞ്ഞു പോവില്ല. അത് കൃപയുടെ ഭവനമാകും, അനുഗ്രഹത്തിൻ്റെ ഭവനമാകും, അഭിഷേകത്തിൻ്റെ ഭവനമാകും. വചനത്തിന് സാക്ഷ്യം നൽകുന്ന കുടുംബങ്ങൾ അഭിഷേകത്തിൻ്റെ കുടുംബങ്ങളാകും. ഇത് കർത്താവിൻ്റെ പ്രോമിസാ. തൻ്റെ വചനം വിട്ട് ഒരിക്കലും ദൈവം പ്രവർത്തിക്കുകയില്ല. ഹല്ലേലൂയ. ഈ പ്രോമിസിൽ വിശ്വസിച്ചു. അതുകൊണ്ട് നാണിക്കരുത്, ലജ്ജിക്കുക. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്നു ചിന്തിച്ച് നീ വചനം കൊടുക്കാതിരിക്കരുത്, നീ വചനത്തിന് സാക്ഷ്യം നൽകാതിരിക്കരുത്. നമ്മളിത് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പോൾ ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി, പരിശുദ്ധ വചനത്തിന്റെ മഹത്വവും ശക്തിയും വചനത്തിന്റെ കൃപയും അനന്തമായ അഭിഷേകവും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ വചനത്തിന് സാക്ഷ്യം നൽകേണ്ടതിൻ്റെ അർജൻസി എന്താണ്? കാരണം ഇത് കൊയ്ത്തിനുള്ള കാലമാണ്. കാലം ആസന്നമായി സഹോദരങ്ങളെ. ഒരു ഫൈനൽ അവറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് നോക്ക്, എല്ലാം ഇന്ന് കലുഷിതമായിരിക്കുകയാണ്. സമാധാനമില്ല, സമാധാനം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥ. യുദ്ധക്കെടുതികൾ, യുദ്ധഭീഷണികൾ, പകർച്ചവ്യാധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ലോകമിന്ന് ഒരുപാട് കലുഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊന്നും അവിചാരിതങ്ങളല്ല, ഇതെല്ലാം കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകൾ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് ഉറക്കം തൂങ്ങിയിരിക്കേണ്ട സമയമല്ല. ലൗകിക കാര്യങ്ങളിൽ വ്യഗ്രത പൂണ്ട് ഓടി നടക്കുവാനുള്ള സമയമല്ല. ഇത് കൊയ്ത്തിനുള്ള സമയമാണ്. ഇത് കൊയ്ത്ത് കാലമാണ്. വചനം കൊടുത്ത് വചനത്തിന് സാക്ഷ്യം നൽകി ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ, ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ആത്മാക്കളെ യേശുവിനായി നേടുവാനുള്ള കൊയ്ത്തിൻ്റെ കാലമാണെന്ന് പരിശുദ്ധാത്മാവ് സഭയെ അറിയിക്കുകയാണ്. ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം 14:15 എല്ലാവരും എടുത്ത്. വെളിപാട് 14:15 എന്ന് പറയുന്നത്, ദേവാലയത്ത് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിൽ ഇരിക്കുന്നവരോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുന്നു. അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുന്നു. അരിവാളെടുത്ത് കൊയ്യുക. ഏതാ ഈ അരിവാള്? കർത്താവിൻ്റെ വചനമാണ്. ഇത് പരിശുദ്ധ വചനമാണ്. ഈ അരിവാളെടുത്ത് കൊയ്ത് വചനം കൊടുത്ത് പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന് ആത്മാക്കളെ വീണ്ടെടുത്ത്
നിത്യജീവനായി നേടേണ്ട സമയം. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3:12 ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ലീഹ സഭയെ പഠിപ്പിക്കുക. എന്താ സഭയോട് പറയുന്നത്? ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുക, അതിനെ ത്വരിതപ്പെടുത്തുക. ആ ത്വരിതപ്പെടുത്തലാണ് ഇവാഞ്ചലൈസേഷൻ. നമ്മൾ വചനത്തിന് സാക്ഷ്യം നൽകണം മക്കളെ, വചനത്തിന് സാക്ഷ്യം നൽകണം. ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ സുവിശേഷ വേല ആരംഭിച്ചതാണ്. ഇപ്പോൾ പ്രായം 47 വയസ്സായി. ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ സഹോദരങ്ങളെ, ഈ വർഷം എത്രയും കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ പല പല കുറ്റങ്ങളും കുറവുകളൊക്കെ മാനുഷികമായി സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും കർത്താവിൽ നിന്നും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്നും വിട്ടുപോകാൻ ഇതുവരെ സ്വർഗം അനുവദിച്ചിട്ടില്ല. അത് കർത്താവിൻ്റെ കരുണയായി ഞാൻ കാണുകയാണ്. കർത്താവിൻ്റെ കാരുണ്യാണ് സഹോദരങ്ങളെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, വചനത്തിന് സാക്ഷ്യം നൽകിയപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഒത്തിരി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ നടുവിലും അത്ഭുതകരമായി കരം പിടിച്ച് നയിക്കുന്ന കർത്താവിൻ്റെ പ്രൊവിഡൻസ്, പരിപാലനയുണ്ടല്ലോ. നമ്മളത് അനുഭവിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ആ ഊർജവും ശക്തിയും നമുക്ക് ലഭിക്കുകയാണ്. വചനത്തിന് സാക്ഷ്യം നൽകുന്നവരെ, വചനത്തെ ആദരിക്കുന്നവരെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല. നമ്മൾ ഇന്നലെ ശുശ്രൂഷയിൽ കണ്ടു, അവർ ഉത്കർഷം നേടും, അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ വചനം കൊടുക്ക്. വചനം ഭക്ഷിച്ച് വചനത്തിന് സാക്ഷ്യം കുടുംബമായി, അപ്പനും അമ്മയും മക്കളും ഞങ്ങൾ കുടുംബമായിട്ട് സുവിശേഷ വേലയിൽ വ്യാപൃതരാവുകയാണ്. ടീം ഷെക്കേനോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇവരെല്ലാം കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യാണ്. വേറെ പണിയും തൊഴിലൊന്നും കിട്ടാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ. കർത്താവ് നൽകിയ വിളിയോടുള്ള അപ്രത്യുത്തരമായി ജീവിതവും കുടുംബവും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ സഭയ്ക്കായി സമർപ്പിച്ച് പൂർണ്ണ സമയം ഇവാഞ്ചലൈസേഷനിൽ പങ്കാളികളായി കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തുന്നതിൽ വ്യാപൃതരായി കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ ടീം ഷെക്കേനയോട് ചേർന്നുണ്ട്. ഇത് ടീം ഷെക്കേനയോട് മാത്രമല്ല, ഇന്ന് അനേക മിനിസ്ട്രികൾ കർത്താവിൻ്റെ സഭയിൽ ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇതുപോലെ സുവിശേഷ ദർശനത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ മിഷൻ ചെയ്യുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ തിരുസഭയിലുണ്ട്. ഞാൻ അവരെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആ കുടുംബങ്ങളൊന്നും വലയേണ്ടി വരില്ല. അവർക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആ പ്രശ്നങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. കർത്താവ് അവരെ വഴി നടത്തുന്നു. അവർക്ക് വേണ്ടത് കർത്താവ് പ്രദാനം ചെയ്യുന്നു. കാരണം വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അപ്പം ഇതിൻ്റെ അർജൻസി മനസ്സിലാക്കണം നിങ്ങൾ. കർത്താവിൻ്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തണം. ആ ത്വരിതപ്പെടുത്തുന്ന ഇതിലൂടെ ഇവാഞ്ചലൈസേഷനിലൂടെയാണ്. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, സമയമടുത്തിരിക്കുകയാണ്. നമ്മളൊരു ഫൈനൽ അവറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വെളിപാട് പുസ്തകം 22:10 പരിശുദ്ധ വചനം പറയുന്നു. എന്താ പറയുന്നത്? സമയം അടുത്തിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇനി നമുക്ക് കഥ പറഞ്ഞിരിക്കാൻ നേരമില്ല. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാനില്ല. ലോകമോഹങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വ്യഗ്രതയിൽപ്പെട്ട് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി, ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി സമയം കളയുവാൻ, ഈ ആയുസ് തീർക്കുവാൻ, അതിനു വേണ്ട സാധ്യതകൾ നഷ്ടപ്പെടുത്തുവാൻ, നമുക്കതിനു വേണ്ട ആരോഗ്യം ഇല്ലാതാക്കാൻ നമുക്കിനി നാളുകളില്ല. നമ്മൾ ഇതിൻ്റെ അർജൻസി മനസ്സിലാക്കണം. പരിശുദ്ധ വചനം പറയും സമയം അടുത്തിരിക്കുന്നു. ഇനി എന്തിനുള്ള സമയമാണ്? ഇവാഞ്ചലൈസേഷനുള്ള സമയം, വചനത്തിന് സാക്ഷ്യം നൽകുവാനുള്ള സമയം, പരിശുദ്ധ വചനത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള സമയം, അനേകം ആത്മാക്കളെ നിത്യജീവനായി നേടുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇതേ സത്യം പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യൻസ് 1 കൊരിന്തോസ് 7:29 ആത്മാവ് പറയുകയാണ്, സഹോദരരെ, സമയം പരിമിതമാണ്. ഒരു വചനം കൂടി നിങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ശ്രദ്ധിച്ച്. 1 ജോൺ, യോഹന്നാന്റെ 1-ാം ലേഖനം 2:18. 1 ജോൺ 2:18 എന്താ വചനം പറയുന്നത്? കുഞ്ഞുങ്ങളെ, ഇത്
അവസാന മണിക്കൂറുകളാണ് കുഞ്ഞുങ്ങളെ. ഇത് അവസാന മണിക്കൂറാണ്. ഇത് അവസാന മണിക്കൂറാണ്, ഒരു ഫൈനൽ അവറാണ്. സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നല്ല ആത്മീയമായി ഒരുങ്ങണം. നമ്മൾ നന്നായി ആത്മീയമായി ഒരുങ്ങണം. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി വില കൊടുത്ത് മുന്നോട്ട് വരുവാൻ സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. കർത്താവിനും അവിടുത്തെ സഭയ്ക്കും വേണ്ടി വചനത്തിന് സാക്ഷ്യം നൽകാൻ കുടുംബമായി നിങ്ങളെ വിളിക്കുന്നു. കുടുംബങ്ങൾ ഈ സമയം കർത്താവിനായി ഉണരണം. അനേകം കുടുംബങ്ങൾ മുന്നോട്ട് വരണം, നിങ്ങളുടെ സമർപ്പണത്തിലേക്ക് വരണം. നമ്മുടെ സമയം കൊടുത്തും സാധ്യത കൊടുത്തും അവസരങ്ങൾ കൊടുത്തും പണം കൊടുത്തും നമ്മുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചും വചനത്തിൻ്റെ മുന്നേറ്റത്തിനായി നമ്മൾ പങ്കാളികളാകണം. വചനത്തിന് സാക്ഷ്യം നൽകുന്നതിൽ നമ്മൾ തീഷ്ണതയുള്ളവരാകണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9:16, 1 Corinthians chapter 9 verse 16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. നോക്കിക്കേ നിങ്ങൾ, നമ്മുടെ ദുരിതം എന്താ മാറാത്ത മക്കളെ? നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? എന്തോരം നിയോഗ പ്രാർത്ഥനകൾ നമ്മൾ പങ്കെടുക്കുന്നു, എന്തോരം തിരുവചനങ്ങൾ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ കണ്ണുനീരുകൾ മാറ്റപ്പെടുന്നില്ല, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, തലമുറകളിലേക്ക് അനുഗ്രഹം ഇറങ്ങുന്നില്ല, നമ്മുടെ മക്കൾ അഭിഷേകം പ്രാപിക്കുന്നില്ല. എന്തേ നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നു? കാര്യങ്ങൾ കലുഷിതമായി വളരെ തകരാറിലോട്ട് പോകുന്നു. എന്താ ഈ തകർച്ചയുടെ കാരണം? ഈ വചനം കൃത്യമായി പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതമാണ് മക്കളെ, ദുരിതമാണ്. നമ്മൾ പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ദുരിതം മാറുകയില്ല. ദുരിതം മാറണമെങ്കിൽ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കി എല്ലാവരും, ഈ വചനത്തിന് നമ്മൾ സാക്ഷ്യം നൽകണം. കർത്താവിൻ്റെ വചനം ഈ തലമുറയ്ക്ക് കൊടുക്കണം. കർത്താവിൻ്റെ വചനം ഈ കാലഘട്ടത്തോട് പങ്കുവെക്കണം മക്കളെ. അങ്ങനെ അനേകം ആത്മാക്കളെ യേശുവിനായി നേടണം, സഭയ്ക്ക് വേണ്ടി നേടണം. ഈ ഒരു സമർപ്പണ ബോധം, ഈ ഒരു കമ്മിറ്റ്മെന്റ് എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. നാം അല്ലെങ്കിൽ ദുരിതമാണ്. വചനത്തിന് സാക്ഷ്യം നൽകാത്ത കുടുംബങ്ങൾക്ക് ദുരിതമാണ്, സമൂഹങ്ങൾക്ക് ദുരിതമാണ്, സഭയ്ക്ക് ദുരിതമാണ്. ഇന്ന് സഭയിലും കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ പല പ്രതിസന്ധികൾ, അസ്വസ്ഥതകളുടെയും ഒരു അടിസ്ഥാന കാരണം ഈ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ സാക്ഷ്യം നൽകുന്നില്ല, നമ്മൾ വചനം കൊടുക്കുന്നില്ല, ആയതിനാൽ ദുരിതം മാറുന്നില്ല. ഇത് നമുക്ക് കൃത്യമാവണം. ദുരിതം മാറണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഫോൺ ചെയ്തു, അല്ലെങ്കിൽ അട്ടപ്പാടിയിലേക്ക് വിളിച്ചു, അണക്കരയിലേക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഇതുപോലുള്ള പല നിയോഗ പ്രാർത്ഥനകളിലോട്ട് വിളിച്ചു. നല്ല കാര്യമാണ് മക്കളെ. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. യഥാർത്ഥ പ്രശ്നം പരിഹാരം ഉണ്ടാവണമെങ്കിൽ, യഥാർത്ഥ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ നോക്കിക്കേ, കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകണം. വചനത്തിന് സാക്ഷ്യം നൽകണം. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഈ വചനം ആക്ഷരികമായി നമ്മൾ അനുസരിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നത്, അഭിഷേകം ഉണ്ടാകുന്നത്. നമുക്കൊരു ഫോൺ വരുന്നുണ്ട്, പെട്ടെന്ന് നമുക്കതൊന്ന് അറ്റൻഡ് ചെയ്യാം. കർത്താവെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ ടെക്സ്റ്റ് മെസ്സേജുകൾ അയയ്ക്കുക, ഫോൺ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മക്കളെ, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങൾ വെറുതെ പറയല്ല. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലിരുന്ന് ഈശോയുടെ സന്നിധിയിലിരുന്ന് നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ആ നിയോഗങ്ങളൊക്കെ ഇവരിൽ നിന്ന് വാങ്ങുകയാണ്, ടീമിൽ നിന്ന് വാങ്ങി. തുറന്നുള്ള ദിവസങ്ങൾ ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ 2, 3 ഈ വരുന്ന തിങ്കൾ ചൊവ്വ 2 ദിവസങ്ങളിൽ 12 മണിക്കൂർ വെച്ച് 24 മണിക്കൂർ ഷെഖേനയുടെ ന്യൂസ് മീഡിയയിലെ പരിശുദ്ധ കുർബാനയുടെ ചാപ്പലിൽ നമ്മൾ 24 മണിക്കൂർ പ്രത്യേകമായൊരു ആരാധന, ദിവ്യകാരുണ്യ ആരാധന നടത്തുക. പരിശുദ്ധ കുർബാനയുടെ ആരാധന ലോകത്തിന് ഏത് ദിക്കിലായി നിങ്ങളതിൽ പങ്കെടുക്കണം. അപ്പോൾ ഈ നിയമങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. അത്ഭുതങ്ങൾ നടക്കും മക്കളെ, ഡെലിവറൻസ് ഉണ്ടാകും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷെ തീരുമാനമെടുക്കണം. എന്താ തീരുമാനം? വചനത്തിന് സാക്ഷ്യം നൽകും. വ്യക്തിപരമായി, കുടുംബമായി ഞാൻ സുവിശേഷ വേല ചെയ്യും, എൻ്റെ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകും. ഈ ഒരു തീരുമാനം ഇപ്പോൾ നിങ്ങൾ എടുത്തോ. ദൈവസന്നിധിയിൽ ഈ തീരുമാനം നിങ്ങൾ എടുത്തോ. അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നോ. ഈ സമയം മുതൽ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിക്കും. പറഞ്ഞോ. നമുക്ക് ഹലോ, എന്റെ അംഗമായിരിക്കുന്ന എന്റെ മക്കൾക്ക് ഒരു പ്രാർത്ഥന സഹായിക്കണം.
എന്റെ മകനും മകളും പള്ളി പോക്കൂല, കുർബാന ഇല്ല, പ്രാർത്ഥന ഇല്ല. ഈശോ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ അവർക്ക് പിള്ളേരും ഇല്ല. മകന്റെ ഭാര്യയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അവർക്ക് കുഞ്ഞുങ്ങളില്ല, പക്ഷെ അവർക്ക് വിശ്വാസമില്ല, അവർ പള്ളിയിൽ പോകുന്നില്ല, പരിശുദ്ധ കുദാശകളില്ല, പരിശുദ്ധ വചനമില്ല, പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയിലും ഇല്ല അവര്. എൻ്റെ കർത്താവെ, എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. സഹോദരി, ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി മക്കൾ ഈ ഒരു ബന്ധനത്തിൽ ഇതുപോലുള്ള പൈശാചിക പീഡയിലായിട്ടുണ്ട്. നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം കേട്ടോ. ഈ സമയം ആയിരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ കൊണ്ട് ദൈവഭയം നഷ്ടപ്പെട്ടു പോയി, വിശ്വാസമില്ല, പരിശുദ്ധ കുദാശകളോടുള്ള അവഗണന, കുംഭസാരമില്ല, പരിശുദ്ധ കുർബാനയില്ല, പരിശുദ്ധ വചനമില്ല, പ്രാർത്ഥനയില്ല. പിന്നെ എങ്ങനെ നമ്മൾ നശിക്കാതിരിക്കുക, നമ്മളെങ്ങനെ തകരാതിരിക്കുക മക്കളെ? നമ്മൾക്ക് ബലമില്ല. നമ്മുടെ ബലം പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ വചനത്തിലും പരിശുദ്ധ കുദാശകളിലൂടെ നമുക്ക് ബലം കിട്ടുന്നത്. ഇത് നമ്മൾ സ്വീകരിക്കുന്നില്ല, നമ്മൾക്ക് ബലമില്ല. പിന്നെ ആർക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റും? നമ്മുടെ വേലി പൊളിഞ്ഞിരിക്കുക, നമ്മുടെ കോട്ട തകർന്നിരിക്കുക. മക്കളെ, കരമുയർത്തി പ്രാർത്ഥിക്കുക. ഇതുപോലെ തകർച്ചയിലായിരിക്കുന്ന, വിശ്വാസ തകർച്ചയിലായിരിക്കുന്ന അനേക മക്കളിലേക്ക്, യുവജനങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ, വചനത്തിന്റെ തീയിറങ്ങട്ടെ, അഭിഷേകത്തിന്റെ കാറ്റടിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ സ്വതന്ത്രമാക്കപ്പെടട്ടെ, ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ, കർത്താവിന്റെ വചനം പ്രവർത്തിക്കട്ടെ. കരമുയർത്തി വിളി, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവേ, വചനമയച്ച് ഈ വൈശാചിക പീഡയിൽ നിന്ന് ഈ മക്കളെയും ഇതുപോലെ ബന്ധനത്തിലായിരിക്കുന്ന 10,000-കണക്കിന് മക്കളെ വിമോചിപ്പിക്കണമേ, വിമോചിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ, അഭിഷേകം വർദ്ധിക്കട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, അനുസരണം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ആമേൻ. എന്റെ ദൈവത്താൽ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും, തന്റെ വഴിയിൽ തന്നെ നടക്കും. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ വചനത്തിന്റെ സാക്ഷ്യത്തിനായിട്ട് സമർപ്പിക്കുക. കഴിവുകൾ കൊണ്ട് നിങ്ങൾ സുവിശേഷ വേല ചെയ്യുക. സാധ്യതകൾ നൽകി വചനം. ഇപ്പോൾ ഷെക്കനോസ്, ശാലോം, ഗുഡ്നസ്, സഭയിൽ ഇതുപോലുള്ള അനേകം മീഡിയാസ് കൊണ്ട് മീഡിയ വഴി വചനം കൊടുക്കുകയാണ്, സുവിശേഷത്തിന് സാക്ഷ്യം നൽകുകയാണ്, സത്യത്തിന് സാക്ഷ്യം നൽകുക. വലിയൊരു മിനിസ്ട്രിയാണ്. നിങ്ങൾ അതിൽ പങ്കാളികളാകണം, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനെ സഹായിക്കണം. പണം കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, കുറച്ചൊക്കെ സാമ്പത്തികമായി ദൈവം അനുഗ്രഹിച്ച മക്കളിതിലുണ്ട്. നമുക്ക് അന്നൊന്ന് ആഹാരം കഴിച്ച് പോകാനുള്ളൊരു ചുറ്റുപാട് ദൈവം തന്നവരില്ല മക്കളെ. ബാക്കി നമുക്കുള്ളത് നമ്മുടെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ അതൊക്കെ കുറച്ചൊക്കെ വേണം, നമുക്ക് വേണ്ടതെന്നും പറയുന്നില്ല. പക്ഷേ മക്കളെ, അതുകൊണ്ടൊന്നും അധികം പ്രയോജനമില്ല. ഒരു മുട്ട് സൂചി നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഈ സമ്പത്തൊക്കെ കർത്താവിൻ്റെ വേലകൾക്ക് വേണ്ടി കൊടുക്കണം. പണം കൊണ്ട് സുവിശേഷ വേല ചെയ്യണം. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് ഇക്കഡോറിൽ പരിശുദ്ധ അമ്മ മദർ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? സാമ്പത്തികമായി സ്വർഗം അനുഗ്രഹിച്ചവരെ അവരുടെ സമ്പത്ത് കൊണ്ട് വിശ്വാസം കൈമാറ്റം ചെയ്യണം. വിശ്വാസ വളർച്ചയിൽ അവർ പങ്കാളികളാകണം. സുവിശേഷ പ്രവർത്തനങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യണം. കർത്താവിൻ്റെ മിനിസ്ട്രികൾ അവർ സപ്പോർട്ട് ചെയ്യണം. പറ്റുന്ന പോലെ ഇതിവിടെ കൊച്ചു കാശുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മക്കളെ. കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ഇതുപോലെ കൂടുതൽ സ്ത്രീകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലും ചില അമ്മച്ചിമാർ ഞാൻ പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ അവർ 500, 1000, ചിലപ്പോൾ 100 രൂപയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് കയ്യിൽ ഇങ്ങനെ ചുക്കി ചുള്ളിച്ച് പറയും, ഒരേ 100 രൂപയുള്ളത്. പക്ഷേ ഇത് 10 ലക്ഷത്തിൻ്റെ കൃപ കൊണ്ടുവരും. മോനത് വാങ്ങണം. ആ അമ്മച്ചിയെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും വാങ്ങാൻ തോന്നും, അതുപോലെ കഷ്ടപ്പെട്ട വരുന്നത്. പക്ഷെ ആ 100 രൂപയിലൂടെ അത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ആ അമ്മയുടെ വിശ്വാസവും സമർപ്പണത്തിലൂടെ ആ 100 രൂപയിലൂടെ കർത്താവ് മറ്റ് പല ശുശ്രൂഷകളെയും ഇവിടുത്തെ സംവിധാനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ തന്നെയാണ് ഇതുപോലുള്ള അമ്മച്ചിമാരൊക്കെ.
ലൂക്കായുടെ സുവിശേഷം 8:3 ആ ഒറ്റ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അവിടെ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. എന്താ വചനം പറയുന്നത്? ഹേറോദേസിന് കാര്യസ്ഥനായ കൂസയുടെ ഭാര്യ യോവന്നയും സൂസനയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കണ്ടു, തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്നവർ. കണ്ടു മക്കളെ, നമ്മൾ സമ്പത്ത് കൊണ്ട് സുവിശേഷ വചനത്തിന് സാക്ഷ്യം നൽകുക. സാധ്യതകൾ കൊണ്ട്, അവസരങ്ങൾ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സഹനം കൊണ്ട് നമ്മൾ വചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ നമ്മുടെ ലൈഫ് ബ്ലെസ്സഡ് ആകുക, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. ആ മക്കളിലേക്ക് ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള മക്കൾ വഴിവിട്ട് പോവില്ല. അവരെങ്കിലൊക്കെ വഴി തെറ്റിപ്പോയാലും കർത്താവ് വേട്ടപ്പട്ടിയെ പോലെ പുറകെ ചെന്ന് അവരെ വട്ടമിട്ട് പിടിച്ച് കർത്താവിൻ്റെ വഴിയിലേക്ക് ആ മക്കളെ കൊണ്ടുവരും. വചനത്തിന് നമ്മൾ സാക്ഷ്യം നൽകിയ ആ തലമുറ ഛിന്ന ഭിന്നമായി പോകാൻ, ആ തലമുറ നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്റെ പ്രോമിസാണ്. ഇത് വിശ്വസിച്ചോ? നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ നിയമങ്ങളൊക്കെ സമർപ്പിക്കുകയാണ്. അനേക മക്കൾ, ആയിരക്കണക്കിന് മക്കൾ അവരുടെ നിയമങ്ങൾ ഈ വാട്സപ്പിലൊക്കെ ഫോണിലൊക്കെ അവർ അയച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതൊന്നും ഇവിടെ എണ്ണി വായിക്കാൻ നമുക്ക് നേരമില്ല. എല്ലാവരും ആ പൊതു നിയമങ്ങളൊക്കെ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുനീരോടെ വിളിക്കുകയാണ്, വിശ്വാസത്തോടെ വിളിക്കുകയാണ്. കർത്താവ് കരമുയർത്തി അനുഗ്രഹിക്കുന്ന സമയം, അഭിഷേകം ചെയ്യുന്ന സമയം, ശക്തീകരിക്കുന്ന സമയം. എല്ലാവരും ഉണർവോടെ ഉച്ചത്തിൽ കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. സ്തുതിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും സ്വരമെഴുത്തി വിളിച്ച്, അതിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ തിരുനാമത്തെ വിളിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, വചനമയച്ച് കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണ കർത്താവേ. അനേകം മേഖലകളിൽ ദൈവകൃപ കടന്നു വരട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നീമോട് 28:1 അനുഗ്രഹിക്കുന്ന കർത്താവേ, നീമോട് 28:1 അനുഗ്രഹിക്കുന്നു. ഫിലിപ്പ് 4:19 അനുഗ്രഹിക്കുന്നു കർത്താവേ. യെശയ്യാ പ്രവചനം കർത്താവേ 1:19 അനുഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 43:14 അനുഗ്രഹിക്കുന്നു. സക്രിയ പ്രവചനം 4:6-7 അനുഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18:20 അനുഗ്രഹിക്കുന്നു. സ്തുതിക്കുന്നു. യേശയ്യാ 54:10 അനുഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34:1 അനുഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34:10 അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. കരമെടുത്ത് ഒറ്റ വിളി, യേശുവേ. ഈശോ 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 ഈശോ. കൃപൊഴുകട്ടെ. അത്ഭുത കൃപകൾ ആയിരങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. കുടുംബങ്ങളിലേക്ക് അത് വ്യാപരിക്കട്ടെ. എല്ലാ നിയോഗങ്ങളിലേക്ക് അത് ഇറങ്ങട്ടെ. Bless Lord. എനിക്ക് ആനന്ദമുണ്ടേ, സന്തോഷമുണ്ടേ, മനുഷ്യന്റെ വാക്കിനാലല്ല, ജീവനുള്ള വചനത്താലേ. എനിക്ക് ആനന്ദമുണ്ടേ, സന്തോഷമുണ്ടേ, മനുഷ്യന്റെ വാക്കിനാലല്ല, ജീവനുള്ള വചനത്താലേ. നിരാശനല്ല, ക്ഷീണിതനല്ല, വചനം കണ്ടുമുട്ടിയവരെ, വചനത്തെ സ്വന്തമാക്കിയവരെ, നിരാശിതരല്ല, അവരാകുലചിത്തരല്ല. ആനന്ദമുണ്ടേ, സന്തോഷമുണ്ടേ, മനുഷ്യന്റെ വാക്കിനാലല്ല, ജീവനുള്ള വചനത്താലേ. ജീവനുള്ള വചനത്താലേ. ജീവനുള്ള വചനത്താലേ. കർത്താവേ, ഞങ്ങളുടെ ജീവനുള്ള വചനമയച്ച് എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും തലമുറകളെയും ഞങ്ങളുടെ കൂട്ടായ്മയെയും സഭയെയും കർത്താവെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ലോർഡ് ബ്ലെസ്, anoint in the name of Jesus, in Jesus name. പരിശുദ്ധ അമ്മ മാതാവേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. നാളെ മുതൽ സെപ്റ്റംബർ 1 മുതൽ 7 വരെ സ്നേഹ ബഹുമാനപ്പെട്ട സീവർക്ക മട്ടായിലച്ചൻ, ഇന്ന് തിരുസഭയ്ക്ക് വളരെ അനുഗ്രഹമായി ദൈവം തന്നിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനാണ് നമ്മുടെ മട്ടായിലച്ചൻ.
അച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിൽ നമ്മൾ AFCM കൂട്ടായ്മയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന ശുശ്രൂഷ നാളെ മുതൽ 7 ദിവസങ്ങളിൽ ഷെക്കേന ന്യൂസിലൂടെ സ്വർഗം നമുക്ക് തരികയാണ്. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണം. ആദ്യത്തെ 2 ദിനങ്ങളിൽ ടീം ഷെക്കേനയിലെ ശുശ്രൂഷകരാണ്. തുടർന്ന് ബിനോയിച്ചൻ, എമി സിസ്റ്റർ. അവസാനത്തെ 3 ദിനങ്ങൾ വട്ടായിലച്ചനാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛൻ്റെ മറ്റ് ശുശ്രൂഷകളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങണം മക്കളെ. ഈ പോസ്റ്ററുകളും ഇവിടെ നയിക്കുന്ന ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് അയച്ചു. എല്ലാ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യണം. അത് വലിയൊരു പ്രേക്ഷിത വേലയാണ്. അങ്ങനെ നാളെ ശുശ്രൂഷ ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ 10,000 ജനലക്ഷങ്ങൾ ടെലിവിഷൻ്റെ മുൻപിലും അതുപോലെ നിങ്ങളുടെ മൊബൈലിൽ മറ്റ് യൂട്യൂബ് ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മളായിരുന്നു വചനം കേട്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, അത് തിരുസഭയിൽ വലിയൊരു കൃപയുടെ കാറ്റായി ഉണർവിൻ്റെ അഭിഷേകമായി മാറാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നാളത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. രാത്രി 9:30 മുതൽ 10:30 വരെ 1 മണിക്കൂർ നേരമാണ് ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. എല്ലാവരും കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. സെപ്റ്റംബർ മാസം ഈ വരുന്ന 2, 3 തിങ്കൾ ചൊവ്വ ദിനങ്ങളിൽ ഷെക്കേന ന്യൂസിന് മീഡിയ കോംപ്ലക്സിലെ പരിശുദ്ധ കുർബാനയുടെ ചാപ്പലിൽ നമ്മളൊരു സ്പെഷ്യൽ ആരാധന ശുശ്രൂഷ നടത്തുകയാണ്. 24 മണിക്കൂർ. ഞാൻ പറഞ്ഞു, ഷെക്കേന ന്യൂസ് മറ്റൊന്നല്ല, വലിയൊരു പ്രതിസന്ധി, 2-3 വലിയ ഭീമാകാരമായ പ്രതിസന്ധികളുണ്ട് മക്കളെ. നമുക്കതിന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള, അത് 1-2 രൂപയോ ലക്ഷങ്ങളുടെ ചിലവല്ല മക്കളെ. അത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഞാൻ പറഞ്ഞത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പറയാൻ പറ്റാത്തത്. അതെല്ലാ ചാനലുകൾക്കുണ്ട്. പക്ഷേ നമ്മൾ ന്യൂസ് ബേസ്ഡ് ചാനലായതുകൊണ്ട് ന്യൂസ് ചാനലുകൾക്ക് അത് വളരെ കൂടുതലാണ് അതിൻ്റെ സാമ്പത്തികമായി ഭാരിച്ച ചിലവുകൾ. അപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു വഴി ദൈവം തുറക്കുവാനും എങ്ങനെയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കേണ്ടത്, ആ ഒരു ദൈവിക ആലോചനയ്ക്ക് വേണ്ടി, ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ ഷെക്കേന ന്യൂസിൽ ആ 2-3 ദിവസം 2-3 പ്രാർത്ഥിക്കുകയാണ്, ആരാധിക്കുകയാണ്. നിങ്ങൾ ലോകത്തിന് ഏത് ദിക്കുകളിലാണെങ്കിലും ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ. ഒപ്പം നിങ്ങൾ ഈ മീഡിയ കോംപ്ലക്സിന് വേണ്ടി, ടീം ഷെക്കേനയ്ക്കും ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിച്ച് കോട്ട കെട്ടണം മക്കളെ. ഞാൻ വേദനയോട് നിങ്ങൾ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കണം, കരങ്ങൾ ഉയർത്തണം, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കോട്ട കെട്ടണം. ഇത് നിലനിർത്തുക നമ്മുടെ തലമുറകളുടെ ആവശ്യം മക്കളെ, നമ്മുടെ സഭയുടെ ആവശ്യം, നമ്മുടെ സമുദായത്തിൻ്റെ ആവശ്യം. ഇത് നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി തീക്ഷണമായി പ്രാർത്ഥിച്ച് കോട്ട കെട്ടുക. ഒപ്പം തന്നെ ആ വലിയ പ്രതിസന്ധിയെ മറികടക്കുക. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ, ആവുന്നത് പോലെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈ അഡ്രസ്സിൽ അയക്കണം മക്കളെ. ഈ ദിവസങ്ങളിൽ അതെവിടെയും എത്തില്ല എന്നറിയാം, എങ്കിലും ഞാൻ നേരത്തെ അമ്മച്ചിയുടെ അനുഭവം പറഞ്ഞതുപോലെ നിങ്ങൾ തരുന്ന ആ ഒരു സാമ്പത്തിക സഹായത്തിലൂടെ ഈ കൊടിയ പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ട വഴികൾ ദൈവം തുറന്നു തരും. ദൈവം അതിന് വേണ്ട ആലോചനകൾ തരും. അപ്പം നിങ്ങൾ കഴിയുന്നത് പോലെ നിങ്ങൾ അതൊരു അധികപ്പറ്റായി കാണരുത്. കണക്ക് നോക്കാതെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മക്കളെ പ്രതി, അവർ അഭിഷേകം പ്രാപിക്കാനുള്ള നിയോഗത്തെ പ്രതി നിങ്ങൾ ഈ ശുശ്രൂഷകളെ സാമ്പത്തികമായി വളരെ വളരെ കാര്യക്ഷമമായി സഹായിക്കണം. നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് താല്പര്യപ്പെടുകയാണ്. ഉപേക്ഷ കാണിക്കരുത്. എല്ലാവരും സഹകരിക്കണം മക്കളെ. അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട്. നിങ്ങളത് സെൻഡ് ചെയ്യുമ്പോൾ ഓഫീസ് നമ്പറിൽ വിളിച്ച് നിങ്ങൾ അയച്ച തുകയും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. നിങ്ങൾക്ക് ഇവിടുന്ന് റെസിപ്റ്റ് കൃത്യതയോടെ ഇഷ്യൂ ചെയ്യാനാണ്. ഒപ്പം തന്നെ നമ്മുടെ SG ഓൺലൈനിലുള്ള ആ ഇംഗ്ലീഷ് ഗ്ലോബൽ ന്യൂസ്, അത് SG നിങ്ങൾ കണ്ടോ, അത് ഇവിടുന്ന് പല ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അധികം മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഇതിന് പ്രൊമോഷന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടോ, സെർച്ച് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് SG കണ്ടോ ഷെക്കേന എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്പളലുള്ള ഇത് വരും. അവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ അവിടെ ആ ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ അത് വലിയൊരു പ്രൊമോഷനാണ്. എല്ലാവരും ഇത് കേൾക്കണം, എല്ലാവരും ഇത് ചെയ്യണം. അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും ഈ മാധ്യമ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹമായി മാറാൻ നിങ്ങളെല്ലാവിധ പ്രാർത്ഥനകളും പ്രോത്സാഹനം ചോദിക്കുകയാണ്. എല്ലാവരും ഈശോ തൻ്റെ കൃപയിൽ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.